ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മീസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു ഗോതമ്പ് പായസത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ. ഗോതമ്പ് നുറുക്കുകൊണ്ടാണ് ഞാൻ ഈ പായസം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. അതിനുവേണ്ടി ഞാൻ 1.5 കപ്പ് ഗോതമ്പിന്റെ നുറുക്കാണ് എടുത്തിട്ടുള്ളത്. അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് ആയി കിട്ടാനാണ് കേട്ടോ. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ഒരൊറ്റ വിസിലടിച്ച് അതൊന്ന് വേവിച്ചെടുക്കാം നമുക്ക്. പിന്നെ അതിലേക്ക് വേണ്ട ശർക്കരയാണ്, 4 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഗോതമ്പിന്റെ നുറുക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു വിസിലടിച്ചിട്ട് ഫ്ലെയിം ഓഫായി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആവി മൊത്തം പോയതിനു ശേഷമാണ് തുറന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഉരുളി വെച്ച് കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ശർക്കരപ്പാനി നല്ല ചൂടുള്ളതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ തിളക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ശർക്കരപ്പാനി കുറഞ്ഞതുപോലെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. ഇനി വേവിച്ചെടുത്തിട്ടുള്ള ആ ഗോതമ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ശർക്കരപ്പാനിയും ഗോതമ്പും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ആ ഒരു ഗോതമ്പിലേക്ക് ശർക്കരപ്പാനി നന്നായിട്ട് തന്നെ പിടിക്കണം. ആ രീതിക്ക് വേണം ഇളക്കി യോജിപ്പിക്കാൻ. അപ്പൊ ഞാൻ ഈ ഒരു പായസം തയ്യാറാക്കിയത് മോളുടെ ബർത്ത്ഡേയുടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പായസം തയ്യാറാക്കിയത്. അപ്പൊ ഈ ഒരു സമയം എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് മറക്കാതെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ശർക്കരയുടെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതല്ലേ. ഇപ്പൊ മധുരമൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വരണം. കുറുകി വരുന്നത് വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഞാൻ ഈ ഒരു പായസം തയ്യാറാക്കുന്നത് തേങ്ങാപ്പാലിലാണ് കേട്ടോ. തേങ്ങാപ്പാലിൽ തയ്യാറാക്കുമ്പോഴാണ് ഈ ഗോതമ്പ് പായസം നല്ല ടേസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ തേങ്ങയുടെ 2ാം പാലാണ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. 4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2ാം പാല് 4 കപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് കുറച്ച് കുറുകി വരട്ടെ. അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കാം. പായസമാകുമ്പോൾ ചിലപ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് നിൽക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ ഏകദേശം ഒക്കെ ഒന്ന് കുറുകി വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പായസം തയ്യാറാക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. നമുക്ക് ഈ ഒരു തേങ്ങാപ്പാലും ശർക്കരപ്പാനിയും ഗോതമ്പൊക്കെ പതുക്കെ പതുക്കെ തിളച്ചിട്ട് വേണം ഇങ്ങനെ കുറുകി വരാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഏലക്കപ്പൊടി പഞ്ചസാര കൂട്ടി പൊടിച്ചതുകൊണ്ടാണ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മതി. പിന്നെ 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും 1/2 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ ഏലക്കപ്പൊടി മാത്രമാണെങ്കിൽ അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ചുക്കുപൊടിയും അതുപോലെ ജീരകം പൊടിച്ചതും ഇടണം നിർബന്ധമില്ല കേട്ടോ. അത് ഇടുമ്പോൾ കുറച്ച് ഫ്ലേവർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പൊ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണം നമ്മൾ തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിവിടെ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് കട്ടി പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ 1ാം പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിളക്കാൻ പാടില്ല. ഈ ഒരു ചൂടി കിടന്നിട്ട് വേണം ഇത് സെറ്റായി കിട്ടാനായിട്ടാ. ഇപ്പൊ നമുക്ക് നന്നായിട്ട് തന്നെ ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ആവശ്യത്തിന് തന്നെ പായസം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫായി കൊടുത്താലും ഇത് ചൂട് പോയി വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒന്ന് കുറുകി കിട്ടും. അപ്പൊ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫായി കൊടുക്കാം. ഇപ്പൊ ഫ്ലെയിം ഓഫ് ആണ് കേട്ടോ. ഈ ഒരു സമയത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും വറുത്തെടുക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അറിയാത്തവരുണ്ടെങ്കിൽ ഈ അടുത്ത സമയത്തൊക്കെ ഞാൻ പായസത്തിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പോയി കണ്ടാൽ മതി കേട്ടോ. അതിൽ കറക്റ്റ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗോതമ്പ് പായസത്തിന്റെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഈ ഒരു ഗോതമ്പ് പായസത്തിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് കൊടുക്കാം. എന്ത് ഭംഗിയാലേ കാണാനായിട്ട്. കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഒക്കെ എത്തുള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്